യേശുവിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ വേണ്ടി വന്ന യേശുവിനെ കുറിച്ച് ഇപ്പം നിങ്ങൾക്ക് എന്താ കൂടുതലായിട്ട് അറിയേണ്ടത്? നമുക്കെല്ലാം തന്നെ അറിയത്തില്ലേ? ഈ ഒരു 2 ദിവസം നമുക്ക് ആ ചിന്ത ഒന്ന് വേറൊരു ആംഗിളിൽ നിന്ന് കണ്ടാൽ നല്ലതാണ്. യേശുവിന് എന്നെ അറിയാവോ? ഇല്ലെങ്കിലോ? എവിടെ ഇതൊക്കെ ഇങ്ങനെ പാളുന്നത്? ഈ പറഞ്ഞ കാര്യത്തിനകത്തല്ല. ഒരാളിങ്ങനെ യേശുവിന് വേണ്ടി ജീവിക്കുന്നു, യേശുവിന് വേണ്ടി ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നൊക്കെ പറയുന്നതിനകത്ത് ഇപ്പം എന്താ കുഴപ്പം? ഗാന്ധിയുടെയൊക്കെ ജീവിതത്തെ മാറ്റിമറിച്ച ഒറ്റ വാക്കാണ് ഔന്നത്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആത്മാർപ്പണം ചെയ്യുക. അങ്ങനെയെങ്കിൽ തൽക്കാലം ഈ ഭൂമിയിൽ യേശുവിനുള്ള ഔന്നത്യമുള്ളൊരു കാരണമില്ല. അപ്പം അതുമായിട്ട് അടുത്തോ അകന്നോ ഒക്കെ ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്ക് ഇത്തിരി ഹുങ്ക് പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ പ്രശ്നം എന്താണ്? നമ്മൾ പറയുന്നതല്ല. ഇപ്പം എൻ്റെ തൊട്ടുമുമ്പിൽ തന്നെ ഒരു 10-100 പേരിങ്ങനെ നോക്കിയിരിപ്പുണ്ട് എന്നെ ശ്രദ്ധയോടുകൂടി. നിങ്ങൾ കൈവശം ഒരു നോട്ട് പുസ്തകത്തിൽ കൊള്ളാമെന്ന് എഴുതുകയാണെങ്കിൽ അതിനെല്ലായിടത്തും കൊള്ളാമെന്ന് മാത്രമേ അർത്ഥമുള്ളൂ. പക്ഷെ കൊള്ളാമെന്ന് പറയുമ്പോൾ 100 പേർക്ക് 100 അർത്ഥമാണ് അല്ലേ? കടി നിരാശയിലൊക്കെ മനുഷ്യർ പറയുന്ന വാക്കാണ് എന്താ? കൊള്ളാം. നമ്മളിതിനെ വിളിക്കുന്ന വാക്ക് ശരീരഭാഷ എന്നാണ്. ഈ പറഞ്ഞതിൻ്റെ പ്രശ്നമല്ല, ഈ പറഞ്ഞതിൻ്റെ ശരീരഭാഷയ്ക്ക് എന്തോ കുഴപ്പമുണ്ട്. ശരീരം കൊണ്ട് മാത്രം നമുക്ക് ആരെയും കളിപ്പിക്കാൻ പറ്റത്തില്ല. ദുഃഖമില്ലെന്ന് നിങ്ങൾ പറയുമ്പോഴും നിങ്ങൾ കൂനിപ്പിടിച്ചിരിക്കാത്ത ദുഃഖമുണ്ട്. ക്ഷോഭമില്ലെന്ന് പറയുമ്പോഴും ശരീരം പറയുന്നുണ്ട് അങ്ങനെയല്ല. ബോഡി ക്യാൻ നൗ ബിട്രേ. ശരീരം കൊണ്ട് നമുക്ക് ആരെയും കളിപ്പിക്കാൻ പറ്റത്തില്ല. നമുക്ക് ശരീരഭാഷയുള്ളത് പോലെ വേദപുസ്തകത്തിനൊരു ശരീരഭാഷയുണ്ട്. വേദപുസ്തകത്തിൻ്റെ ശരീരഭാഷയെ നമ്മൾ വിളിക്കുന്ന വാക്ക് ടെക്സ്റ്റർ എന്നാണ്. ടെക്സ്റ്റാസ് ടെക്സ്റ്റർ. എന്നെ അലട്ടുന്ന ഈ ഒരു സുവിശേഷ ഭാഗത്തിൻ്റെ ശരീരഭാഷയുടെ അപാകതകൾ എന്തെന്ന് ഒന്ന് വളരെ വേഗത്തിലൊന്ന് കണ്ടിട്ട് നമുക്ക് ആദ്യത്തെ യൂണിറ്റ് അവസാനിപ്പിക്കാൻ കരുതുക. ഒരു 5 തെറ്റിദ്ധാരണയാണ്. ഒന്ന്, നമ്മൾ ചെയ്യുന്നതാണ് നമ്മളെന്ന് തെറ്റിദ്ധാരണ. എന്താ നിന്റെ ആത്മീയം എന്ന് പറയുമ്പോൾ ഒരാൾ പറയുന്നു വെളുപ്പിന് എഴുന്നേൽക്കുന്നുണ്ട്, വേദപുസ്തകം വായിക്കുന്നുണ്ട്, കരുണക്കൊന്ത ചൊല്ലുന്നുണ്ട്, കൃത്യമായിട്ടെന്നും പള്ളിയിൽ പോകുന്നുണ്ട്, നോമ്പ് നോക്കുന്നുണ്ട്, കുറച്ച് വിൻസെൻ്റ് പീപ്പിൾ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് കമ്പാഷൻ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളുടെ പട്ടിക അതും കൂടി ചേർന്നിട്ടൊക്കെ തന്നെ ആയിരിക്കാം. പക്ഷെ ശരിക്കും അത് തന്നെയാണോ ഈ ആത്മീയം എന്ന് പറയുന്നത്? അല്ലെന്ന് പിടുത്തം കിട്ടാനായിട്ട് ഒരു കുഞ്ഞു കാര്യം ഓർത്താൽ മതി. ഇപ്പം അമ്മയെക്കുറിച്ചൊരു 10 വാക്ക് എഴുതാനായിട്ട് നമ്മൾ ആവശ്യപ്പെടുകയാണെങ്കിൽ അത് ഏറ്റവും എളുപ്പത്തിൽ എഴുതി തീർക്കാൻ പോകുന്ന ഈ ചെറിയ മക്കളാണ്. കാരണം അവരുടെ മക്കൾ യങ്ങായിരിക്കും, ചെറുപ്പമായിരിക്കും. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അമ്മ ചെയ്യുന്ന 10 ക്രിയകൾ ചെയ്താൽ മാത്രം എഴുതി വെച്ചാൽ മാത്രമേ. നമ്മൾ വെളുപ്പിനെ എഴുന്നേൽക്കുന്നുണ്ട്, ഞങ്ങൾ വിളിച്ചുണർത്തുന്നുണ്ട്, കാപ്പി തിളപ്പിച്ച് തരുന്നുണ്ട്, സ്കൂളിലേക്ക് ടിഫിൻ തന്നു വിടുന്നുണ്ട്, ഇങ്ങനെ 10 ക്രിയകൾ മക്കൾക്ക് എഴുതാൻ പറ്റും. പക്ഷെ ഈ കൂട്ടത്തിൽ ഭൂരിഭാഗം പേരും 50 വയസ്സിനോട് അപ്പുറം ഇപ്പുറമൊക്കെ ഉള്ളവരാണ്. അവരവരുടെ അമ്മയെക്കുറിച്ച് എന്നാ എഴുതും? അമ്മ ഇപ്പോൾ ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യുന്നുണ്ടാവില്ല. ഇപ്പം എൻ്റെ കാര്യത്തിൽ അമ്മ മരിച്ചുപോയി. പക്ഷെ മരിക്കുന്നതിന് 10 വർഷം മുമ്പ് തൊട്ട് അമ്മ ഇങ്ങനെ കിടപ്പിലായിരുന്നു. അമ്മ വീടിനകത്തൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. എന്നിട്ടോ ഒരു ദിവസം ഒന്നും ചെയ്യാത്ത ഈ അമ്മ മരിച്ചുപോയി. പെട്ടെന്ന് ആ വീടിനകത്തേക്ക് എന്തൊരു ഇരുട്ടാ വന്ന് വീണത്. നമുക്ക് ആ വീടിൻ്റെ മുറ്റത്തുകൂടി പോകാനായിട്ട് പേടിയുണ്ട്. ഇങ്ങനെ അവിടെയൊക്കെ ഇങ്ങനെ പുല്ലുമുടി കിടക്കുകയാണ്. അമ്മയെന്നൊരു കാരണം കൊണ്ടായിരുന്നു ആ വീട്ടിലേക്കുള്ള വഴി ഇങ്ങനെ സജീവമായത്. അമ്മയില്ല. എങ്ങനത്തെ അമ്മ? ഒരു കാപ്പി പോലും തിളപ്പിച്ചു തരാൻ പറ്റാത്ത അമ്മ. ശരിക്കും അമ്മ എന്താണ്? അമ്മ ചെയ്യുന്ന കാര്യങ്ങളല്ല, അതുപോലെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളല്ല.
നേരത്തെ പിടുത്തം കിട്ടിയവർ ഭാഗ്യവാന്മാർ.